കാക്കിക്കുള്ളിലെ കലാകാരന്മാർ മാനവീയം വീതിയിൽ ഒത്തുകൂടിയപ്പോൾ അത് ജനകീയതയുടെ പുതിയ മുഖമായി മാറി. തിരുവനന്തപുരം മാനവീയം വീതിയിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കവിതയുടെ കന്നഡക്കാലം എന്ന പരിപാടി വരികളും വർത്തമാനവും കൂടിച്ചേർന്ന മനോഹര സായാഹ്നമായി മാറി. ഹൃദ്യമായ ഗാനങ്ങളിലൂടെ നിയമപാലകർ ആസ്വാദകരെ പിടിച്ചിരുത്തി. 36ാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച കവിതയുടെ കന്നഡക്കാലം എന്ന പരിപാടിയുടെ ഭാഗമായാണ് പോലീസ് ഓർക്കസ്ട്ര പാട്ടിലൂടെ ജനഹൃദയങ്ങളെ കീഴടക്കിയത്. കവി മുരുകൻ കാട്ടാക്കടയുടെ കവിതകളിലൂടെയും സിനിമാ ഗാനങ്ങളിലൂടെയുമുള്ള യാത്രയായിരുന്നു കവിതയുടെ കന്നഡക്കാലം. തിരുവനന്തപുരത്തിന്റെ വളരെ മനോഹരമായ മാനവീയ വീതിയിരുന്ന് 2 കോള് വർത്തമാനവും ചിരി നുണയും പറഞ്ഞ് നമുക്ക് പിരിയാം. വാക്കും വരികളുമായി മുരുകൻ കാട്ടാക്കടയും രസകരമായ സംഭാഷണവുമായി NK കിഷോറും ഒത്തുചേർന്നപ്പോൾ പരിപാടി കാണികൾക്ക് വേറിട്ട അനുഭവമായി. എല്ലാവർക്കും തിമിരം, എല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. കേരള പോലീസിൻ്റെ മാറിയ മുഖമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നേരത്തെ തന്നെ പണ്ടൊക്കെയാണെങ്കിൽ ഇതുപോലത്തെ സാംസ്കാരിക പരിപാടികൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒട്ടൊരു കാലത്ത് പോലീസിനെ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പോലീസ് തന്നെ മാനവികതയുടെ സാംസ്കാരികതയുടെ ഒരു മുഖമായി ഈ റോഡിൽ പ്രത്യക്ഷപ്പെടുകയാണ്. മാനവീയം വീതിയിലെ ഈ കലാസന്ധ്യ പോലീസിന്റെ സാംസ്കാരിക മുഖം കൂടിയാണ് വരച്ചു കാട്ടിയത്. കുളിരോർമ്മ അമൃത ന്യൂസ്, തിരുവനന്തപുരം.